വരൂ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമുക്ക് ഉണക്കച്ചെമ്മീൻ എങ്ങനെയാണ് റോസ്റ്റ് ചെയ്യണമെന്ന് നോക്കിയാലോ. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: ഉണക്കച്ചെമ്മീൻ, ചുമന്നുള്ളി, ഇഞ്ചി, വറ്റൽമുളക്, അത് നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഇടാം, തേങ്ങ, ഇത്രയും സാധനങ്ങൾ നമുക്ക് മതി കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് ഉള്ളിയും മുളകും മൂപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് നമുക്ക് വേഗം എടുക്കാം. അപ്പം നമ്മൾ ഉള്ളിയും മുളകും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് ചീഞ്ചട്ടി വെച്ച് എന്തെങ്കിലും ഒരു ഓയിൽ അതിലേക്ക് ഒഴിച്ച് നമുക്ക് ഉള്ളിയും മുളകും ഒന്ന് അടുപ്പത്തേക്ക് ഇടാം. ഉള്ളിയും മുളകും മൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഉള്ളിയും മുളകും ഇട്ട് ഉടനെ തന്നെ നമ്മൾ കഴുകി വെച്ചേക്കണ ഉണക്കച്ചെമ്മീൻ വെള്ളം വാർത്ത് പിഴിഞ്ഞ് കളഞ്ഞേച്ചും നമുക്ക് ഈ ഉള്ളിയും മുളകിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ചും നമുക്കതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ഈ ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ ഉള്ളിയും മുളകും മൂത്തതിന് ശേഷം ഉണക്കച്ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ ഉണക്കച്ചെമ്മീൻ ക്രിസ്പി ആവണേക്കായ മുമ്പ് നമ്മുടെ ഉള്ളിയും മുളകും കരിഞ്ഞു പോകും. അപ്പോൾ അത് കാരണം ഉള്ളിയും മുളകും മൂക്കണേക്കായ മുമ്പ് തന്നെ ഉണക്കച്ചെമ്മീൻ അതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചുരണ്ടി വെച്ചേക്കുന്നത് കൂടി നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കാം. എന്നാലാണ് എല്ലാത്തിൻ്റെയും മൂപ്പ് വേവും കറക്റ്റായി നല്ല എല്ലാം കറക്റ്റായിട്ട് ബ്രൗൺ കളറിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചിലത് കരിഞ്ഞു പോകും. അപ്പോൾ ഇനി നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തേച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കി നമുക്ക് മൂടി വയ്ക്കാം. മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൂരത്തേക്കൊന്നും പോകാതെ അടുത്ത് നിന്ന് തന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ച് കരിഞ്ഞു പോകും. അപ്പോൾ അത് തന്നെ നമ്മൾ വേഗം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് ക്രിസ്പിയായി ബ്രൗൺ കളറായി കിട്ടുന്നവരെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് കുട്ടികൾക്കൊക്കെ കുറച്ച് കൊടുത്താൽ കുട്ടികളൊക്കെ ഇഷ്ടംമാതിരി ചോറുണ്ണും കുട്ടികൾക്ക് നമുക്ക് രാവിലെ കൊടുത്തു വിടാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയുമാണ്. അവർക്ക് നന്നായിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നന്നായിട്ട് വെളിച്ചെണ്ണ അടിയിൽ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പെട്ടെന്ന് കത്തൽ പിടിക്കും. എന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. 5 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. തീ സിമ്മ് ഏറ്റവും കുറച്ചിട്ടിട്ടാണത് വേവിക്കാൻ പാടുള്ളൂ. ഒരിക്കലും കൂട്ടിയിടരുത്. നമ്മുടെ അതേ ബ്രൗൺ കളറായിട്ടുണ്ട്. നമ്മുടെ ഉണക്കച്ചെമ്മീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇരിക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ.